കൂട്ടരെ CPO, WCPO, IRB, SI, പോലീസ് ഡ്രൈവർ തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിലെ ഒരു സെക്ഷൻ ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. അതില് BNSലെ ഒഫൻസ് എഗൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ്, അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷകളും അതിന്റെ കുറ്റങ്ങളെയും കുറിച്ച് വിശദീകരിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 63ാമത്തെ വകുപ്പ് ആൾറെഡി നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടു, എങ്കിലും ഈ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമാണ്. റേപ്പിനെ കുറിച്ചാണ്, അതായത് ബലാത്സംഗത്തെ കുറിച്ചാണ് പറയുന്നത്. റേപ്പ് അല്ലെങ്കിൽ ബലാത്സംഗം എങ്ങനെ പഠിക്കാം? വുമൻസ് എന്ന് പറയുന്ന വേർഡ് സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇല്ല, ഞാൻ പഠിക്കാൻ വേണ്ടി. വിമൻ ആണ് അല്ലെ? അപ്പൊ വുമൻസ് എന്ന് എടുക്കുക അല്ലെ. സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നത് പുരുഷന്മാരാണ് അല്ലെ, മെന്നാണ് റേപ്പ് ചെയ്യുന്നത്. അപ്പൊ വുമൻസ് എന്ന് പറയുമ്പോൾ 6 ലെറ്റർ ഉണ്ട്, മെന്നില് 3 എണ്ണം ഉണ്ട്. 6, 3, 63. പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് കിട്ടും. റേപ്പ് എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് വുമൻസിനെ മെന്നാണ് റേപ്പ് ചെയ്യുന്നത്. ആ ഒരു ഐഡിയ ഇനി ഒരിക്കലും നിങ്ങൾ മറക്കത്തില്ല. 63 സെക്ഷൻ. അപ്പൊ എന്താണ് റേപ്പ്, എങ്ങനെയാണ് ഒരു റേപ്പ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അവളുടെ സമ്മതമില്ലാതെ, അവൾക്ക് താല്പര്യമില്ലാതെ അവളെ ബലാത്കാരമായി സെക്സ് ചെയ്യുന്നതിനെ, അല്ലെങ്കിൽ ലൈംഗിക വീഴ്ച അല്ലെങ്കിൽ ലൈംഗിക പ്രവൃത്തി അവളിൽ ചെയ്യുന്നതിനെയാണ് ബലാത്സംഗം അല്ലെങ്കിൽ റേപ്പ് എന്ന് പറയുന്നത്. ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാറുള്ളതാണ് റേപ്പിനെ കുറിച്ചൊക്കെ. അതില് പ്രധാനമായും പഠിച്ചിരിക്കേണ്ട കാര്യം, ഇതിൽ പറയുന്ന കാര്യം, ഒരു പുരുഷന്റെ സെക്സ് ഓർഗനോ, ലിംഗം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പദാർത്ഥം, ഇത് സ്ത്രീയുടെ യോനി പോലെയുള്ള പ്രൈവറ്റ് പാർട്ടുകളിൽ കയറ്റാൻ ശ്രമിക്കുകയോ മറ്റൊരാളെ കൊണ്ട് കയറ്റിപ്പിക്കുകയോ ചെയ്താലും, തന്റെ വായുഭാഗം സ്ത്രീയുടെ പ്രൈവറ്റ് പാർട്ടിൽ ടച്ച് ചെയ്യുകയൊക്കെ ചെയ്താലും, ഇപ്രകാരം BNS 63 പ്രകാരം കുറ്റകൃത്യം ചെയ്തതായിട്ട് റേപ്പ് ചെയ്തതായിട്ട് കണക്കാക്കും. ഇതിലൊരു 7 വിവരണങ്ങൾ, എക്സ്പ്ലനേഷൻസ് പറയുന്നുണ്ട്. അതായത് ഈ പ്രവൃത്തി, ഞാൻ ഈ പറഞ്ഞ നെറുകെട്ട പ്രവൃത്തി ചെയ്ത് അത് റേപ്പ് ആകണമെങ്കിൽ, ഒന്ന്, സ്ത്രീയുടെ ഇച്ഛയ്ക്ക് വിപരീതമായ രീതിയിൽ ചെയ്താൽ, താല്പര്യമില്ലാത്ത ഒരു സ്ത്രീയെ ഇങ്ങനെ ചെയ്താൽ, ഇനി താല്പര്യത്തോടെ ഇരിക്കുന്ന ഒരു സ്ത്രീയെ അവൾക്ക് താല്പര്യമില്ലാത്ത രീതിയിലുള്ള ലൈംഗിക പ്രവർത്തനങ്ങൾ ചെയ്താൽ റേപ്പ് ആവും. അടുത്തത് സമ്മതം. സ്ത്രീയുടെ സമ്മതം കൂടാതെ അവളെ ലൈംഗിക വീഴ്ച നടത്തുന്നത് അല്ലെങ്കിൽ ലൈംഗിക പ്രവൃത്തിക്ക് ഇരയാക്കുന്നത് റേപ്പാണ്. ഭയത്തോടുകൂടി, സ്ത്രീയെ ഭയം ഉളവാക്കി, അതായത് അവളെ കൊല്ലുമെന്നോ അവളുടെ വേണ്ടപ്പെട്ട ആളെ കൊല്ലുമെന്നോ എന്ന ഭയം ഉളവാക്കി ചെയ്യുന്ന ലൈംഗിക വീഴ്ച റേപ്പാണ്. കബളിപ്പിച്ച്, സ്ത്രീയെ എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞു പറ്റിച്ച് ലൈംഗിക വീഴ്ച നടത്തിയാൽ അത് റേപ്പായി മാറും. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒരുപാട് കേസുകൾ വരുന്നത് ഈ ഒരു പോയിന്റിലാണ്. അടുത്ത, സ്ത്രീ ഏതെങ്കിലും ലഹരി നൽകിയോ ലഹരിക്ക് അടിമപ്പെടുത്തിയോ ലൈംഗിക വീഴ്ച നടത്തുന്നത് റേപ്പ് ആയിരിക്കും. അടുത്തത്, ഒരു മൈനറിനെ, 18 വയസ്സ് തികയാത്ത ഒരു കുട്ടിയെ റേപ്പ് ചെയ്യുന്ന പല സെക്ഷൻസ് വരും. അതിൽ ഈ 63 പെടും, റേപ്പും പെടും. ഇനി ആശയവിനിമയം ചെയ്യാൻ കഴിവില്ലാത്ത ഒരു സ്ത്രീ, അതായത് അവളുടെ ഇച്ഛയോ സമ്മതമോ പറയാൻ പറ്റാത്ത ഒരു ഊമയായ അല്ലെങ്കിൽ അത് ഒരു അബോധാവസ്ഥയിലായ ഒരു സ്ത്രീയെ ലൈംഗിക വീഴ്ച നടത്തുന്നതും റേപ്പായി മാറും. ഈ 7 ഘടകങ്ങളാണ് വിവരണങ്ങൾ വരുന്നത്. ഇനി 2 ഘടകങ്ങൾ ഇതിനെ എതിർക്കുന്ന ഘടകങ്ങളുണ്ട്. അതായത് ഒരു സ്ത്രീയെ ലൈംഗിക വീഴ്ച ചെയ്താൽ അത് റേപ്പായി മാറാത്ത ഒരവസ്ഥ. ഉദാഹരണം നമ്മൾ ഇതിൽ പറയുന്നുണ്ട്, അവളുടെ ശരീരത്തിലേക്ക്, പ്രൈവറ്റ് പാർട്ടിലേക്ക് ലിംഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളോ വായോ കൊണ്ട് ടച്ച് ചെയ്യുന്ന അവസ്ഥ. അപ്പൊ ഉദാഹരണം, ചികിത്സയായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ പ്രഗ്നന്റ് ആയ ഒരു ലേഡിയുടെ പ്രഗ്നൻസിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ ഓഫീസറിന് ചിലപ്പോൾ അവളുടെ പ്രൈവറ്റ് പാർട്ടിനകത്ത് കൈ കടത്തേണ്ടി വരും. അപ്പൊ അത് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തി ലൈംഗികപരമായി ബലാത്സംഗമായി മാറില്ല. കാരണം നല്ല ഉദ്ദേശത്തോടു കൂടി ചികിത്സാപരമായി ചെയ്യുന്ന കാര്യമായതുകൊണ്ട്. അതേപോലെ ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഭർത്താവ് നടത്തുന്ന ഭാര്യമേലുള്ള ലൈംഗിക വീഴ്ചയോ ലൈംഗിക വൃത്തിയോ റേപ്പായി മാറത്തില്ല. ഡിവോഴ്സ്ഡ് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വയസ്സ് 18 മുകളിലാണെങ്കിൽ. അപ്പൊ ഇതിനെയാണ് ബലാത്സംഗം എന്ന് പറയുന്നത്. സെക്ഷൻ 63 പറയുന്നു. ഇതിന്റെ 7 വിവരണങ്ങൾ നമ്മൾ പഠിച്ചു, കോഡ് പഠിച്ചു.
പിന്നെ 2 എക്സെപ്ഷണൽ കേസ് പറഞ്ഞു. ഇത് എന്താണെന്ന് കറക്റ്റ് കാര്യം പറഞ്ഞു. പ്രൈവറ്റ് പാർട്ടിൽ മറ്റേ എന്താണ് വായ, അതേപോലെ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കൽ, അല്ലെങ്കിൽ മറ്റൊരു പദാർത്ഥം, അല്ലെങ്കിൽ തന്റെ ലിംഗം കഴിച്ചുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് എന്താണ് ബലാത്സംഗമായി മാറും. ബലാത്സംഗത്തിന്റെ ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന 64 അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ 63 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ 64 വേറെ കോഡ് വേണ്ട. ശിക്ഷ 64 എന്ന് പഠിക്കാം. നമുക്ക് ബാക്കി പഠിക്കാം. അതായത് ഇതിന്റെ പിഴയെ കുറിച്ചാണ് പറയുന്നത്. BNS 64 നമ്മൾ പറഞ്ഞു റേപ്പിന്റെ ശിക്ഷയാണ്. അപ്പൊ 64 ഒന്നാമത്തെ ഉപവകുപ്പ് പറയുന്ന കാര്യം, ഈ ഒരു കൃത്യം ചെയ്യുന്ന ആൾക്ക് 64 ഒന്നി പറയാം. 64 ഇതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നത്, പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നത്, റേപ്പിന്റെ പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നത് 10 വർഷം വരെ ആകുന്ന തടവും അത് നീണ്ട് അദ്ദേഹത്തിന്റെ മുഴുവൻ ജീവപര്യന്തം വരെ ആവാം. 10 വർഷം മുതൽ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിത അവസാനം വരെ. അത് അവര് മേൽക്കോടതിയിൽ പോയി ശിക്ഷ കുറച്ചൊക്കെയാണ് 14 വർഷം 20 വർഷമൊക്കെ ആക്കി ഇറങ്ങുന്നത്. ചില 10 വർഷത്തിൽ തന്നെ ഇറങ്ങുകയും ചെയ്യും. അപ്പൊ 10 വർഷം മുതൽ ജീവപര്യന്തം വരെ, ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിത അവസാനം വരെ എന്നാണ്. ജീവപര്യന്തം വരെ ഉള്ള കഠിന തടവിനും, എല്ലാത്തിനും കഠിന തടവ്, റേപ്പിനെല്ലാം കഠിന തടവ് വരും. പിഴയും ഇത് നോൺ ബെയിലബിളുമാണ്, ജാമ്യം കിട്ടാത്ത വകുപ്പുമാണ്. അപ്പൊ 10 വർഷം മുതൽ ജീവപര്യന്തം വരെ കഠിന തടവും പിഴയും ലഭിക്കുന്നതായിരിക്കും. പിഴ എപ്പോഴും ഇരയ്ക്കായിരിക്കും, വിക്ടിമിനായിരിക്കും ലഭിക്കുന്നത്. അങ്ങനെയല്ല, ആ പിഴ തുക വിക്ടിമിന്റെ പുനരധിവാസത്തിന് വേണ്ടി കൊടുക്കും. അപ്പൊ 64 അതാണ്. ഓക്കെ. അപ്പൊ ഇനി 64 പോലീസ് ഉദ്യോഗസ്ഥനോ ഗവൺമെന്റ് സർവന്റോ അല്ലെങ്കിൽ നമ്മുടെ സായുധ സേനയിലുള്ള ഏതെങ്കിലും വ്യക്തിയോ നടത്തുന്ന റേപ്പ്, പിന്നെ ആശുപത്രി ജീവനക്കാരനോ സ്ത്രീയുടെ റിലേറ്റീവോ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയെ റേപ്പ് ചെയ്യുന്നതാണോ, വർഗീയ ലഹളയുമായി നടത്തുന്ന റേപ്പ് നിങ്ങൾ എമ്പുരാനിൽ കണ്ടില്ലേ, മാനസിക രോഗിയായ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്നതോ, റിപ്പീറ്റ് ആയിട്ട് റേപ്പ് ചെയ്യുന്നതോ, റേപ്പ് ചെയ്യുന്നതിലൂടെ പരിക്കുകളോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ 64 2 പ്രകാരമാണ് കേസ്. അതിന്റെ ശിക്ഷ എന്ന് വെച്ചാൽ ഈ സെയിം ശിക്ഷ തന്നെ, 10 വർഷം അല്ലെങ്കിൽ ജീവപര്യന്തം കഠിന തടവ് തന്നെ. നോൺ ബെയിലബിൾ ആണ്, എല്ലാം നോൺ ബെയിലബിൾ ആണ് എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടൂല. അപ്പൊ അത് നിങ്ങൾ പഠിക്കേണ്ടത് ഈ 64 ഈ റേപ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലും എടുത്തായിട്ട് തന്നു കഴിഞ്ഞാൽ സെക്ഷൻ 64 64 ചോദിക്കുള്ളൂ. ഇനി ഉപവകുപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും എടുത്തു തരികയാണെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീയുമായി പരിചയമുള്ള ഒരാളെ റേപ്പ് ചെയ്യുന്നതായിട്ടോ മാനസിക രോഗമുള്ള ഒരു വീണ്ടും റിപ്പീറ്റ് ആയിട്ട്, അപ്പൊ എന്തെങ്കിലും എടുത്തു വരികയാണെങ്കിൽ 64 എഴുതണം. ഇത് മാത്രം മതി, അല്ല വേറെ ഒന്നും പഠിക്കേണ്ടതില്ല. ഇനി 65 BNS പറയുന്ന റേപ്പ് തന്നെയാണ്. റേപ്പ് പ്രത്യേക സാഹചര്യങ്ങളിലുള്ള റേപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. 2 കേസസ് അതിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് സ്പെഷ്യൽ കേസസ് എന്ന് ആലോചിക്കുക. പ്രത്യേക സാഹചര്യം, സ്പെഷ്യൽ ആയിട്ടുള്ള കേസുകൾ. അപ്പൊ സ്പെഷ്യലിന്റെ എസും 5 കണക്ട് ചെയ്താൽ 65 5 കിട്ടും. സിമ്പിൾ അല്ലേ, പഠിച്ചൂടെ? ഈ 65 1 എങ്ങനെ പഠിക്കാം? 65 1 എന്ന് പറയുന്നത് 16 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചുള്ള കേസാണ് പറയുന്നത്. 65 1 16 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടി, അത് 20 വർഷം വരെ ഉള്ള കഠിന തടവ് മുതൽ ജീവപര്യന്തം വരെ, മിനിമം 20 ആണ്. രണ്ടാമത്തെ ഉപവകുപ്പ്, അതായത് 65 ഉപവകുപ്പ് 2 എന്ന് പറയുന്നത് 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചാലുള്ള, ബലാത്സംഗം ചെയ്താലുള്ള, റേപ്പ് ചെയ്താലുള്ള കുറ്റത്തിനുള്ള ശിക്ഷയാണ് പറയുന്നത്. 20 വർഷം തൊട്ട് ജീവപര്യന്തം കഠിന തടവ് തന്നെ. പക്ഷെ ഒറ്റ വ്യത്യാസമുണ്ട്, വധശിക്ഷ വേണമെങ്കിൽ ലഭിക്കാം. 66 വകുപ്പ്, 66 കോഡ് ഞാൻ പറഞ്ഞുതരാം. 66 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതിലൂടെ അവളെ മരണത്തിലേക്ക് നയിക്കുകയോ അല്ലെങ്കിൽ അവളെ ജീവച്ഛവമാക്കി കോമ സ്റ്റേജിൽ എത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 66 പ്രകാരം ശിക്ഷ ലഭിക്കും. ആ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വർഷം മുതൽ കഠിന തടവാണ്, ജീവപര്യന്തം വരെ, അല്ലെങ്കിൽ വധശിക്ഷയും ലഭിക്കാം. 66 നിങ്ങൾ 6 2 6 കിടക്കണം. അത് ചത്ത് കണക്കാൻ 2 6 കിടക്കണം അല്ലേ? ഇത് മരണപ്പെടുത്തുകയോ അല്ലെങ്കിൽ കോമ സ്റ്റേജ്, അല്ലെങ്കിൽ അവൻ 6 6 2 6 കിടക്കണം, 2 6 അവിടെ ചേർന്ന് കിടക്കണം, ചത്ത കണക്ക് കിടക്കണം. അങ്ങനെ പഠിക്കണം. ഇനി 67 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ ഒന്ന് പ്രൊവൈഡ് ചെയ്യാം, ഒന്ന് കാണുക. ഓക്കെ, അടുത്ത സെക്ഷനിൽ പോകും.